നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ശ്രേണി പൂർത്തിയാക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ദി സീരീസ് എന്നാണ്. അപ്പോൾ അത് ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് തന്നിരിക്കുന്ന സാധനത്തിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. IF കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? JH ആണ് വരുന്നത്. ഒന്ന് മാത്രം നോക്കിയാൽ പോരാ. അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? LJ ആണ് വരുന്നത് അല്ലേ? LJ ആണ് വരുന്നത്. ഇതിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് നോക്കേണ്ടി വരും. എന്നിട്ടാകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി എന്താണ് കണ്ടത്? അപ്പോൾ I കഴിഞ്ഞിട്ട് HIJ ആദ്യം തന്നെ വന്നു അല്ലേ? ആദ്യം തന്നെ വന്നു. +1 ആണ്. കറക്റ്റാണല്ലോ? IJ. അത് കഴിഞ്ഞിട്ട് എന്താ? JK ആണോ വന്ന്? അല്ല, IJK ആണ്. +1 ആണ് വരേണ്ടിരുന്നത്. ഇവിടെ +1 ഫോളോ ചെയ്തു. പക്ഷേ അടുത്തത് എന്താ? JKL അല്ലേ? HIJKL. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ അത് +2 ഫസ്റ്റ് ടേമിന് +2 വെച്ചിട്ട് പോകുന്നുണ്ട്. ഇനി +3 ആണോ മറ്റേത്? അതായത് JK. ഇപ്പം +3 ആണെങ്കിൽ അപ്പോൾ അടുത്ത പോർഷൻ എന്താ വരേണ്ടത്? IJK. K ഒഴിവാക്കി L കഴിഞ്ഞിട്ട് MN ഒഴിവാക്കി O ആണ് വേണ്ടത് അല്ലേ? O അല്ലേ വേണ്ടത് ഇവിടെ? കാരണം +3 ആണ് ഫോളോ ചെയ്തെങ്കിൽ 1 2 3 എന്നാണെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ ഓർഡറെങ്കിൽ O ആണ് വേണ്ടത്. അങ്ങനെയാണോ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്? അതെ, O ആണ്. അപ്പോൾ ഇത് നമുക്ക് ഉറപ്പിക്കാം. ഫസ്റ്റ് ടേമിൻ്റെത് +1 +2 +3 എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? നാച്ചുറലി +4 ആയിരിക്കും. അപ്പോൾ LMNO. P കഴിഞ്ഞ് Q കഴിഞ്ഞ് R കഴിഞ്ഞ് S ആയിരിക്കും. യെസ്. LMNO P Q R കഴിഞ്ഞ് S. നാലാമത്തേത് S. അപ്പോൾ ആദ്യത്തെ ടേം നമ്മൾ ലോജിക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ്. S ആണ്. ഓപ്ഷനിൽ 2 എണ്ണേ ഉള്ളൂ. Aയും Dയും ആണ് ഉള്ളത്. അടുത്തത് സെക്കൻഡ് ടേമിൻ്റെ ലോജിക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ടേമിൻ്റെത് എന്താണ്? F ABCD F G H +2 ആണ് വരുന്നത് അല്ലേ? H I J J ഇവിടെയും +2 ആണ് വരുന്നത്. +2 HI കഴിഞ്ഞ് J. ഇവിടെ എന്താ വരുന്നത്? ഓന് J കഴിഞ്ഞിട്ട് എന്താ അടുത്ത് വരുന്നത്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാണ്. ഇവിടെ OL ആണ് അല്ലേ? അപ്പോൾ OL എന്താ നേരത്തെ ഉള്ളതാണ്, ക്വസ്റ്റനിലുള്ളതാണ്. J കഴിഞ്ഞ് K കഴിഞ്ഞ് L. ഇവിടെ എന്തേ ഉള്ളൂ? +2 ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൽ പിന്നെ കോംപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ +2 എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ O കഴിഞ്ഞിട്ട് 3 എണ്ണം കഴിഞ്ഞിട്ട് S വരുമ്പോൾ ഫസ്റ്റ് സ്റ്റെറ്റപ്പിൽ S വരുമ്പോൾ സെക്കൻഡ് ടേം +2 വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ L കഴിഞ്ഞ് കഴിഞ്ഞാൽ LMN അല്ലേ വരുള്ളൂ? SN അല്ലേ വരുള്ളൂ? അപ്പോൾ D ആണോ A ആണോ എന്നുള്ള ഉത്തരത്തിൽ A ആണ് ഉത്തരം നമുക്ക് കിട്ടും. SN ആണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണ്? ഫസ്റ്റ് ടേം എന്ത് ചെയ്യുന്നത്? +1 +2 +3 എന്ന രീതിയിൽ മുമ്പോട്ട് വർദ്ധിച്ചു പോകുമ്പോൾ സെക്കൻഡ് ടേം എന്താ ചെയ്യുന്നത്? +2 എന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഫറൻസിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഓപ്ഷൻ A ആണ് ഉത്തരം. SN.